എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് LG ഡ്യുവൽ ഇൻവെർട്ടർ സ്പ്ലിറ്റ് AC PCB ആണ്. അപ്പോൾ ഈ PCBയുടെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ കംപ്രസർ എടുക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഇപ്പോൾ ഞാൻ ഇൻഡോർ ഔട്ട്ഡോർ PCB കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു PCB ഒരുപാട് പ്രത്യേകതയുള്ളതാണ്. ഇത് കംപ്ലീറ്റ് ഡ്യുവൽ ഇൻവെർട്ടറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ PFC സർക്യൂട്ട് ഡ്യുവലാണ്. ഇതിൻ്റെ PCBനകത്ത് വരുന്ന ഇൻവെർട്ടർ സെക്ഷൻ ഡ്യുവലാണ്. ഇതിൻ്റെ കംപ്രസറും ഡ്യുവലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസർ ഡ്യുവൽ റോട്ടറി കംപ്രസറാണ്. ഈ ബോർഡിനകത്ത് 2 ഇൻവെർട്ടർ സെക്ഷൻ ഉണ്ടാവും. ഈ BLDC മോട്ടർ വരുന്നത് കൊണ്ടിട്ട് 2 ഇൻവെർട്ടർ സെക്ഷൻ ഉണ്ടാവും. അതേ കണക്ക് തന്നെ 2 PFC സർക്യൂട്ട് ഉണ്ട്. അതുകൊണ്ടിട്ട് 2 റിയാക്ടർ കോയിലാണ് ഈ ഒരു PCBക്കകത്ത് വരുന്നത്. നമ്മുടെ തോഷിബയ്ക്കൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. തോഷിബയ്ക്ക് വരുന്നുണ്ട് 2 റിയാക്ടർ കോയിൽ. അതേ കണക്ക് തന്നെ ഹയറിൻ്റെ ചില മോഡൽസിനും ഡുവൽ റിയാക്ടർ PFC സർക്യൂട്ട് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമാണ് ഈ ഒരു ബോർഡിൻ്റെ PFC സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് 2 IGBTയും ഒറ്റ ഡയോഡുമാണ് ഉള്ളത്. സാധാരണ PFC സർക്യൂട്ടിൽ ഒരു IGBTയും ഒരു ഡയോഡും ഉണ്ടാവും. ഡുവൽ 2 PFC വരുമ്പോഴത്തേക്കും 2 IGBTയും 2 ഡയോഡും ഉണ്ടാവും. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഇതിൻ്റെ കണക്ഷനിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. അതേ കണക്ക് തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. 2 ഡയോഡിന് വരും ഒറ്റ ഡയോഡിനിൽ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു PFC ഔട്ട്പുട്ട് കയറി വരുന്നത്. പിന്നെ അതേ കണക്ക് തന്നെ ഈ ബോർഡ് വളരെ ക്ലീനായിട്ട് തന്നെ ഇരിക്കുന്ന, വേറെ ക്ലാവ് പിടിച്ചതായിട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നല്ല ഫ്രഷ് ബോർഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് അയൺ സോൾഡറിങ് ചെയ്തതായിട്ടുള്ള ഒരു പാടോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതായത് ഒരു പണി നടന്നതായിട്ട് ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനകത്ത് കംപ്രസർ എടുക്കാത്തത്, അതിനെങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ബോർഡിന് എന്താണ് കംപ്ലൈൻറ്റ്? അവർ എൻ്റെ കയ്യിൽ തരുമ്പോൾ പറഞ്ഞത് ഇത് കമ്മ്യൂണിക്കേഷൻ എററായിരുന്നു, അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു എററൊന്നും കാണിക്കുന്നില്ല ഡിസ്പ്ലേയിൽ. നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേക്കകത്ത് ഇതിനകത്ത് എററൊന്നും കാണിക്കുന്നില്ല. ഇത് ഓണായി അങ്ങനെ തന്നെ കിടക്കുന്നത്. പക്ഷേ കംപ്രസർ എടുക്കുന്നില്ല. ഇത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ബോർഡ് ഡിസ്പ്ലേയിൽ എറർ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഔട്ട്ഡോർ ബോർഡിൽ എറർ കാണിക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു എറർ ഇല്ലാതെ ഇത് കംപ്രസർ എടുക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ ആ എറർ എന്തിനാണെന്ന് നമുക്ക് അതിനകത്തുനിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും വയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇതിൻ്റെ ഫാൻ മോട്ടർ കൊണ്ടുവന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ടെസ്റ്ററാണ് ഇതിനകത്ത് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്, എൻ്റെ ഈ ഒരു UVW ടെസ്റ്റർ. പിന്നെ കംപ്രസറിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഞാൻ നേരെ പവർ പ്ലഗ് ചെയ്യാണ്. പവർ പ്ലഗ് ചെയ്ത് ഓൺ ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇവിടെ ആ ചുമന്ന ലൈറ്റ് കത്തിയിട്ടുണ്ട്. നമ്മുടെ ഡിസ്പ്ലേ ഓൺ ആവാൻ ഇച്ചിരി സമയമെടുക്കും. ഓക്കെ, അതും ഓണായിട്ടുണ്ട്. ഓണായി. ഇനി നമുക്ക് ഈ പവർ സ്വിച്ച് അടിച്ച് ഇതൊന്ന് ഓൺ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ 22-ൽ കിടപ്പുണ്ട്. ഇനി കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ലൈറ്റ് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. ഒരു ചെറിയൊരു ഫ്ലിക്കറിങ് ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്, അതൊരു 3 പ്രാവശ്യം അത് ഈ ഫ്ലിക്കർ ചെയ്യും. ഇടയ്ക്ക് വന്നിട്ട് ആ ഒറ്റ ഫ്ലിക്കറിങ് അല്ല, 3 തവണയായിട്ടാണ് ആ ഒറ്റ സ്റ്റെപ്പിൽ ഫ്ലിക്കർ ചെയ്യുന്നത്. ആ ഫ്ലിക്കറിങ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഡോറും ഔട്ട്ഡോറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, പെട്ടെന്ന് കംപ്രസർ എടുക്കാനുള്ളതാണ്, പക്ഷെ കംപ്രസർ എടുക്കുന്നില്ല. നമ്മുടെ ഫാൻ മോട്ടറിൻ്റെ ആ ഒരു ഇതുമില്ല, ലൈറ്റും കാര്യങ്ങളൊന്നും തന്നെയില്ല. ഇതിവിടെ ഇരിക്കട്ടെ, അപ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇതൊന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ബ്ലിങ്ക് ചെയ്യുന്ന ലൈറ്റ് എറർ കോഡ് തരണം. ആ എറർ കോഡ് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആ എറർ കോഡ് വരുന്നതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എറർ കോഡ് വരുന്ന ആ സ്പോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ആ അത്രയും ഭാഗങ്ങൾ വീഡിയോ ഞാൻ കട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ എറർ കോഡ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, ആ ബ്ലിങ്കിങ് എറർ കോഡ്. അപ്പോൾ നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം.
1 2 3 4 5 6 1 2 3 4 5 6 7. ഓക്കെ. അപ്പോൾ എൽ ജിയിൽ വരുന്ന എറർ കോഡ് കൗണ്ട് ചെയ്യണം ഇങ്ങനെയാണ്. ആദ്യം ഇത് ലോങ് ആയിട്ട് ആ LED ഓഫായി കിടന്നിട്ട് പെട്ടെന്ന് ബ്ലിങ്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിപ്പോൾ ഒരു 6 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്ത് പിന്നെ ഒരു കുറച്ച് ഡിലേ കൊടുത്തിട്ടായിരിക്കും അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 2 കൗണ്ടിങ് ആണ് ഇതിനകത്ത് വരുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒന്നും കൂടെ നമുക്കത് കൗണ്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ ലോങ് ആയി 1 2 3 4 5 6 1 2 3 4 5 6 7. അപ്പോൾ ഈ രീതിക്കാണ് ഇതിൻ്റെ ഈ ഒരു കൗണ്ടിങ് വരുന്നത്. 2 സ്റ്റെപ്പായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് 6 7 67 എന്നുള്ള ആ ഒരു എറർ കോഡാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ എന്താണ് 67 നമ്പർ എറർ കോഡ്? അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ അത് ഷോ ചെയ്യുമ്പോഴത്തേക്കും അത് ആ എറർ കോഡ് ഡിസ്പ്ലേയിൽ കാണിക്കുമ്പോഴത്തേക്കും CH667 എന്നുള്ള ആ ഒരു എറർ കോഡാണ് നമുക്ക് ഡിസ്പ്ലേയിൽ വരേണ്ടത്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഡിസ്പ്ലേ ആ ഒരു എറർ കോഡ് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു PCBൻ്റെ പ്രശ്നം. അപ്പോൾ എന്താണ് ഈ ഒരു ഇങ്ങനെ ഒരു എറർ കോഡ് വരാൻ എന്നുള്ള കാരണം എന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഈ എറർ കോഡ് എന്നുള്ളത് ആദ്യം നോക്കാം. അപ്പോൾ ഈ എറർ കോഡ് കമ്പനിയിൽ അവർ എറർ കോഡ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ഡോർ ഫാൻ മോട്ടോർ സൈസ്ഡ് ഓർ റൊട്ടേഷൻ സെൻസിങ് സർക്യൂട്ട് ഫെയിലിയർ ചെക്ക് മോട്ടോർ ഓർ മെക്കാനിക്കൽ ആൻഡ് ഓർ ഇലക്ട്രിക്കൽ ഫെയിലിയർ ഇഫ് ഓക്കെ റീപ്ലേസ് PCB. ഔട്ട്ഡോർ ഫാനുമായിട്ട് സംബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു എറർ കോഡ് ഇതിലിപ്പോൾ വന്നിരിക്കുന്നത്. അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മെക്കാനിക്കലായിട്ട് ആ ഫാൻ ചെക്ക് ചെയ്യുക, ആ ഫാനിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അവിടെ എന്തെങ്കിലും ഈ ഫാൻ ലീഫിലോ മറ്റു കാര്യങ്ങളിലോ അതിൻ്റെ ബോഡിയിലോ ഇരിക്കുന്ന പൊസിഷനിലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ, ഫാനിന് കറങ്ങാതിരിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രിക്കൽ, അത് വയറിങ്, അത് കണക്ഷനിൽ എന്തെങ്കിലും വയറിങ്ങിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം ചെക്ക് ചെയ്യുക. ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ PCB തന്നെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു റിപ്പയറിങ് രീതിയിലല്ല അവർ പറഞ്ഞിരിക്കുന്നത്, റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു PCB റീപ്ലേസ് ചെയ്യാതെ തന്നെ എങ്ങനെ റെഡിയാക്കി എടുക്കാം, ഇതിൻ്റെ ആ ഒരു ഫോൾട്ട് കണ്ടുപിടിച്ച് എന്ത് സാധനമാണ് ഇതിനകത്ത് പോയിരിക്കണമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഫാനിൻ്റെ സൈഡാണ്. അതായത് ഈ ചെറിയ IPMൻ്റെ സൈഡാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഓൺ ചെയ്തിട്ട് ഈ എറർ വരുന്നത് വരെ നമ്മുടെ ഈ ഒരു LED കത്തിയിട്ടില്ല, നമ്മുടെ ഈ ടെസ്റ്ററിലുള്ള LED ഒന്നും കത്തിയിട്ടില്ല. ഓക്കെ. അപ്പോൾ ഞാനിതൊന്ന് പവർ ഓഫ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ സ്റ്റോറേജായിട്ട് നിൽക്കുന്ന ഈ ഹൈ വോൾട്ടേജിലുള്ള ആ വോൾട്ടേജ് ഒന്ന് ഡിസ്ചാർജ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഒരു IPM ചെക്ക് ചെയ്ത് നോക്കാം, ഈ IPM കൊള്ളാമോ ഇല്ലയെന്ന്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് സപ്ലൈ നോക്കണം. അപ്പോൾ ഈ ഒരു PF ഉണ്ടല്ലോ, ഈ ഒരു PF ഇതിന് പോസിറ്റീവ് നെഗറ്റീവ് ഹൈ വോൾട്ടേജ് പോസിറ്റീവ് നെഗറ്റീവിന് ക്രോസ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലെഗ് വെച്ചിട്ട് നമുക്ക് IPMൻ്റെ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അവിടെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൾട്ടിമീറ്റർ നമുക്ക് ഡയോഡ് മോഡിലോട്ട് മാറ്റുക. കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ പോസിറ്റീവ് പ്രോബ് നെഗറ്റീവിലോട്ട് വയ്ക്കുക, നെഗറ്റീവിലോട്ട് ഗ്രൗണ്ടിലോട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഓരോ പിന്നും ചെക്ക് ചെയ്യുക എത്ര വോൾട്ടേജ്. നമുക്കിവിടെ 431 റീഡിങ് കിട്ടുന്നുണ്ട്. നമുക്ക് എല്ലാ പോസിറ്റീവ് സൈഡിലും നെഗറ്റീവ് സൈഡിലും ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ കറക്റ്റ് റീഡിങ് നമുക്കിവിടെ കിട്ടണം. അപ്പോൾ യുവിൽ കറക്റ്റായിട്ടുണ്ട്, വിയിൽ കറക്റ്റാണ്. ഇനി ഡബ്ല്യൂയിൽ നോക്കുമ്പോഴത്തേക്കും ചാർജ് ഡബ്ല്യൂയിൽ റീഡിങ് കാണിക്കുന്നില്ല, മൈനസിലാണ് കാണിക്കുന്നത്, ഡബ്ല്യൂയിൽ റീഡിങ് കാണിക്കുന്നില്ല. ഓക്കെ. ചാർജ് എന്തോ
ഈ ഡബ്ല്യൂയിൽ എന്തോ ഒരു വിഷയമുണ്ട്. അതങ്ങനെയല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു റീഡിങ് കാണിക്കണം. ഓക്കെ, നമുക്ക് പ്രോബ് തിരിച്ചിട്ട് പോസിറ്റീവ് സൈഡിൽ നെഗറ്റീവ് പ്രോബ് വെച്ച് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ 431 കാണിക്കുന്നുണ്ട് യുവിൽ, വിയിൽ 432 കാണിക്കുന്നുണ്ട്, ഡബ്ല്യൂയിൽ ഷോർട്ട്, അതായത് IPM ഷോർട്ടാണ്. ഈ ഒരു IPM ഷോർട്ടായിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഒരു പ്രശ്നം നമുക്കിപ്പോൾ കംപ്രസർ എടുക്കാതെ നിൽക്കുന്നത്. അപ്പോൾ ഈ IPMൻ്റെ ഔട്ട്പുട്ട് സൈഡിലുള്ള UVW ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് VWയിൽ ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ IPM നമ്മൾ ഇതിനകത്ത് നിന്ന് ഊരി എടുത്തിട്ട് ഇതിൻ്റെ ഇൻപുട്ട് സെക്ഷനും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനകത്ത് ഷോർട്ടിങ് എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. അതിനകത്ത് ഷോർട്ടിങ് ഉണ്ടെങ്കിൽ നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ല, റിട്ടേൺ ആണ്. IPMൻ്റെ ഹീറ്റ് സിങ് ഊരിയെടുക്കുകയാണ്. IPMൻ്റെ ഹീറ്റ് സിങ് ഊരിയെടുത്തിട്ടുണ്ട്. സ്ക്രൂ. ഓക്കെ, ഇത് ഏത് നമ്പറാണെന്ന് കൂടെ. ഓക്കെ, ഈ IPM എന്ന് പറയുന്നത് SIM 6822M എന്നുള്ള IPM ആണ്. ഇത് മോസ്റ്റ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ PCBകളിലൊക്കെ, LGയുടെ ഫ്രിഡ്ജിൻ്റെ PCBകളിലൊക്കെ ഈ ഒരു IPM ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ IPM ഇപ്പോൾ നമുക്ക് ഷോർട്ട് ആയതുകൊണ്ടിട്ട് ഈ IPM നമുക്ക് കട്ട് ചെയ്ത് ഊരിയെടുക്കാം. IPM ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ പുതിയ IPM ഉണ്ട്. ഇത് നമ്മൾ സ്റ്റോക്ക് ഉള്ളതാണ് ഈ IPM. അപ്പോൾ ഈ ഒരു സൈഡ് എല്ലാം ക്ലിയർ ചെയ്ത്, അതിനു മുന്നേ നമുക്കിത് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം ലോ സൈഡും ഹൈ സൈഡും ഇൻപുട്ട് സെക്ഷൻ, IPMൻ്റെ ഇൻപുട്ട് സെക്ഷൻ കൂടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഈ IPMൻ്റെ ഇൻപുട്ട് സെക്ഷനിൽ വരുന്ന 6 ചാനലും ഓക്കെയാണ്. 3 ലോ സൈഡും 3 ഹൈ സൈഡും. അപ്പോൾ അതിൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു IPM നമുക്ക് ഇവിടെ എത്രയും ഈ ഒരു എല്ലാം ഹോളൊക്കെ ക്ലിയർ ചെയ്ത് ഈ ഒരു IPM സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം, ആ പ്രശ്നം മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ശരി, അപ്പോൾ ഞാനിത് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ IPM മാറി പുതിയൊരു IPM ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഹൈ സൈഡിലുള്ള ആ വാല്യൂകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ അതേ ഒരു വാല്യൂവിലാണോ നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ നമ്മുടെ പോസിറ്റീവ് സൈഡിൽ നെഗറ്റീവ് പ്രോബ് വെച്ചിട്ട് ചെക്ക് ചെയ്യാണ്. യുവിൽ നമുക്ക് 425 ഉണ്ട്, വിയിൽ 425, ഇവിടെ 413. ഓക്കെ, ഇനി അടുത്ത സൈഡ് നോക്കാം. നെഗറ്റീവ് സൈഡിൽ പോസിറ്റീവ് പ്രോബ് വെച്ചിട്ട് ചെക്ക് ചെയ്യാണ്. ഇവിടെ 426, 425, ഇവിടെ 415. ഓക്കെ, അപ്പോൾ ഈ IPM ഇട്ടിട്ട് നമുക്കിനി ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. കംപ്രസർ എടുക്കുന്നുണ്ടോ, ഫാൻ മോട്ടർ എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. ആദ്യം നമുക്കിവിടെ ഇതിൻ്റെ ഈ ടെസ്റ്റർ, ഫാൻ മോട്ടർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടെസ്റ്റർ കണക്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ടെസ്റ്റർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റർ ഇവിടെ ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ കൃത്യമായിട്ട് അത് വർക്ക് ചെയ്യുമല്ലേ എന്ന് നമുക്കറിയാൻ പറ്റും. ഇനി ഇതൊന്ന് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ആയിട്ടുണ്ട്, ആ ലൈറ്റ് കത്തുന്നുണ്ട്. ഇനി ഇപ്പോൾ സ്റ്റാൻഡ് ബൈ കിടക്കുകയാണ്, ഞാൻ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്തു. ഓക്കെ, ഇനി ഇതൊന്ന് എടുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതായത് ഈ ഒരു ഫാൻ മോട്ടറും കംപ്രസറും എടുക്കാൻ ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാൻ മോട്ടറും എടുത്തു, കംപ്രസറും എടുത്തു, എന്നിട്ട് ഓഫായിട്ട് എറർ കോഡിലോട്ട് വന്നിട്ടുണ്ട്. അത് നേരത്തെ നമുക്ക് ഫാൻ മോട്ടർ എടുക്കില്ല, കംപ്രസർ എടുക്കില്ല. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ടെസ്റ്റർ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോഡ് സെൻസ് ചെയ്യത്തില്ല കറക്റ്റായിട്ട്. അതുകൊണ്ട് ഫാൻ മോട്ടറിൻ്റെ എററിലോട്ട് പോകും. കറക്റ്റായിട്ട് ഫുള്ള് റണ്ണിങ്ങിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ ഫാൻ മോട്ടർ തന്നെ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഓടുകയും കംപ്രസർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. മറ്റുള്ളതിലാണെങ്കിൽ AC യിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കംപ്രസർ കണ്ടിന്യൂസ് ഓടിക്കൊള്ളും, അതിന് ഈ പ്രശ്നം വരില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ കംപ്രസറും ഫാനും എടുക്കാതിരുന്നിട്ടുള്ള ആ ഒരു പ്രശ്നം ഇതിനകത്തുനിന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു IPM മാത്രമായിരുന്നു ഇതിനകത്ത് വന്നിരുന്ന ആ ഒരു മിസ്റ്റേക്ക്. അത് നമ്മൾ റീപ്ലേസ് ചെയ്തപ്പോഴത്തേക്കും ആ ഒരു കംപ്ലൈൻറ്റ് മാറി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.